മെയ്ഡ് ഇൻ ഇന്ത്യ ടൈറ്റൻ സ്റ്റോറി കണ്ടപ്പോൾ ചുമ്മാ കൗതുകം കയറിയതാണ്. ഒരു വാച്ച് ഒരാൾ ഇപ്പം എനിക്ക് വാച്ച് ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചുമ്മാ ഒരു കൗതുകത്തിൽ നിന്ന് പണിഞ്ഞു നോക്കിയതാണ്. സോ ഞാൻ ആദ്യം ചെയ്തത് ഗ്രോക്കിൽ പോയിട്ട് ഒരു വാച്ച് ഫേസ് ഡിസൈൻ ഒന്ന് റഫായിട്ട് ചെയ്തെടുത്ത്, ഒരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു റഫ് ഡിസൈൻ ചെയ്തെടുത്തു. ഈ ഡിസൈൻ പ്രാക്ടിക്കലാകുമോ, ഇതിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്താൽ ഒരു ആനിവേഴ്സറി ഐറ്റം പോലെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് അധികം ഡിസൈൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാമെന്നൊക്കെ ചെയ്തതിന് ശേഷം മൂവ്മെൻറ്റ് എവിടെ നിന്ന് മേടിക്കണം, ഇതിൻ്റെ മെറ്റീരിയൽ എവിടെ നിന്ന് മേടിക്കണം, ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ ചെയ്യണം, എത്ര ആൾക്കാരെ വെച്ച് ചെയ്യണം എന്നിങ്ങനെ എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് AI തന്നെ ചോദിച്ചു. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന്. അങ്ങനെ ഓരോ ചോദ്യത്തിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് മുന്നോട്ട് പോയി ഏറ്റവും അവസാനം പേര് വരെ കണ്ടുപിടിക്കാൻ ഞാൻ ഇന്ന ലാംഗ്വേജിലുള്ള കുറച്ച് പേരുകൾ കണ്ടുപിടിച്ചുകൊണ്ട് മലയാളത്തിലുള്ളവർ കണ്ടുപിടിക്കുക, ഹിന്ദിയിലുള്ള കണ്ടുപിടിക്കുക, സംസ്കൃതത്തിൽ കണ്ടുപിടിക്കുക എന്നിങ്ങനെ തപ്പിപ്പിടിച്ച് പേര് വിട്ട്. അത് കഴിഞ്ഞപ്പം ഓക്കെ ഇത്രയൊക്കെ ആയില്ലേ, എന്നാൽ പിന്നെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി എങ്ങനെയിരിക്കുമെന്ന് ഒരു കൗതുകം തോന്നി. സോ ഒരു 11:30 സമയത്തേക്ക് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി 5 വർഷത്തേക്ക് പ്രൊഡിക്റ്റ് ചെയ്തൊരു എംപ്ലോയ്മെൻറ്റ്, സോഴ്സിങ് വിത്ത് സജഷൻസ് ഫോർ മെറ്റീരിയൽ, ഔട്ട് സോഴ്സിങ്, സോഴ്സസ്, ഇതുപോലത്തെ എല്ലാം കൂടെ ചേർത്ത് ചെയ്യാൻ നീട്ടിപ്പിടിച്ചൊരു പ്രോംപ്റ്റ് അടിച്ച് എനിക്ക് ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിത്താ എന്നതിനോട് പറഞ്ഞു. സോ അങ്ങനെ നീണ്ട ഒരു ഡിസ്കഷൻ്റെ അവസാനം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ ഡിസ്കസ് ചെയ്യാൻ ഒരു മോട്ടിവേഷണൽ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ടായിരിക്കാൻ AIക്ക് പറ്റും. ഇതാണ് ഞാനിവിടെ കൊടുത്ത പ്രോംപ്റ്റ്. ഇത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത പ്രോംപ്റ്റാണ്. പക്ഷേ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് എ വാച്ച് കമ്പനി ഇതായിരുന്നു. ഇത് ഒരു പ്രൊഡക്റ്റ്, ഇതൊരു പ്രൊഡക്റ്റ് എന്നിങ്ങനെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയി ഒരു കമ്പനി റിപ്പോർട്ട് വരെ എത്താൻ നമുക്ക് പറ്റും. സോ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ ഡിസ്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. ഈ റിപ്പോർട്ടിനകത്തെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണം, എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ ലൈസൻസിങ് വേണം എന്ന് വേണ്ട സകല സപ്പോർട്ടും ഇതിനകത്തുണ്ട്. എന്തൊക്കെ ലോൺ ഫെസിലിറ്റി കിട്ടും എന്ന് അങ്ങനത്തെ എന്തും കിട്ടും. സോ AI കാരണം ജോലി പോകുമോ എന്ന് പേടിച്ചിരിക്കുന്നതിന് പകരം AI പഠിച്ച് ജോലി ബെറ്ററായിട്ട് ഫാസ്റ്ററായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു കമ്പനിയുടെ റിപ്പോർട്ട് അത് ജനറേറ്റ് ചെയ്ത് തന്നു. ഈ ഫുൾ ഡിസ്കഷൻ ഓൾമോസ്റ്റ് ഒരു 3 to 5 hours എടുത്തുള്ളൂ എനിക്ക്, ഇൻക്ലൂഡിങ് ഇമേജ് ജനറേഷൻ. ആ ഇമേജ് ജനറേഷൻ ഇട്ടിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽ എന്ന് വേണ്ട സകല സാധനങ്ങളും കൂടെ ചേർത്ത് 5 to 6 hours എനിക്ക് എടുത്തുള്ളൂ. യൂഡിമിയിലോ അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് AI കാരണം ജോലി പോകുമെന്ന് പേടിച്ചിരിക്കുന്നതിന് പകരം നന്നായിട്ട് AI പഠിച്ച് AI ഉപയോഗിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാം.